ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. നമ്മളിൽ പലരും നേരിടുന്ന പ്രശ്നങ്ങളല്ലേ, ടാന്, കരുവാളിപ്പ്, അങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളും. നമ്മൾ പാർലറിലൊക്കെ പോയിട്ട് ഒരു ബോഡിയെ കുറേ ഫേഷ്യലൊക്കെ ചെയ്ത് നമുക്ക് എല്ലാവർക്കും ക്യാഷ് കളയാൻ കാണില്ല. അപ്പം നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന, നമ്മുടെ ടാനൊക്കെ മാറ്റാൻ വേണ്ടി ചെയ്യാവുന്ന ഒരു ചെറിയൊരു ടിപ്പാണ് ഞാനിവിടെ പങ്കുവെക്കുന്നത്. അതിനുവേണ്ടി നമുക്ക് വേണ്ടത് രണ്ടേ സാധനങ്ങൾ മാത്രമാണ്. കോഫി പൗഡറും നമ്മുടെ കോക്കനട്ട് ഓയിലും മാത്രം. അതുപയോഗിച്ച് നമുക്ക് നമ്മുടെ ഫേസ് നമുക്ക് നല്ല ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ഗ്ലോ തരാൻ നമ്മളെ സഹായിക്കും. ആഴ്ചയിൽ 2 തവണയൊക്കെ നമ്മൾ യൂസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് വീഡിയോയിലിട്ട് പോവാം. വീഡിയോയിലിട്ട് കിടക്കുന്നതിന് മുന്നേ എൻ്റെ ഈ കൊച്ചു ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലേ. അപ്പോൾ തന്നെ നമ്മുടെ ബെൽ ഐക്കണും കൂടെ ക്ലിക്ക് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ എൻ്റെ ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരികയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലിട്ട് കിടക്കാം. ഫസ്റ്റ് നമ്മൾ സ്ക്രബ് ചെയ്യാനാണ് പോകുന്നത്. ഏതൊരു ഫേസ് പാക്ക് ഇടുന്നതിന് മുന്നേ നമ്മൾ സ്ക്രബ് ചെയ്യുന്നത് നന്നായിരിക്കും, എങ്കിൽ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും. അപ്പം നമുക്ക് ഇതിനായി നമുക്ക് വേണ്ടത് നമ്മുടെ കോഫി പൗഡർ, പിന്നീട് കുറച്ച് പഞ്ചസാര, നല്ലൊരു ഹണിയും. അപ്പോൾ ഇത് മൂന്നും കൂടി നല്ലപോലെ മിക്സ് ചെയ്യണമേ. അപ്പം കോഫിയും ഷുഗറും ഹണിയൊക്കെ നമ്മുടെ ഫേസിന് നല്ല ഗുണങ്ങളാണ് തരുന്നത്. കോഫിയിലുള്ള ആൻറ്റി ഓക്സിഡൻറ്റ് സ്കിന്നിലെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുന്നു. ഇത് മുഖത്തുള്ള ടാനൊക്കെ മാറ്റി സ്കിന്നൊന്ന് ബ്രൈറ്റൻ ആക്കാൻ നമ്മളെ സഹായിക്കും. അതുകൊണ്ട് തന്നെയാണ് ഷുഗർ നമ്മുടെ ഡെഡ് സ്കിന്നൊക്കെ മാറ്റി നമുക്ക് നല്ലൊരു എക്സ്ഫോളിയേറ്ററായിട്ട് നമുക്ക് പ്രവർത്തിക്കും. അതുകൊണ്ടാണ് നമ്മൾ സ്ക്രബ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന നമുക്കൊരു ഡ്രൈനെസ് വരും. അപ്പോൾ അത് മാറ്റാൻ വേണ്ടി നമ്മുടെ ഹണി ഒരു മോയ്സ്ചറൈസറായിട്ട് നമ്മുടെ ഫേസിൽ നമുക്ക് പ്രവർത്തിക്കുന്നു. കോഫി നമ്മുടെ സ്കിൻ ഇൻസ്റ്റൻ്റായി ബ്രൈറ്റൻ ആക്കുമ്പോൾ നമ്മുടെ ഷുഗർ ഡെഡ് സ്കിന്നൊക്കെ കളഞ്ഞ് നല്ല സ്മൂത്താക്കും. പിന്നീട് നമ്മുടെ ഹണി കൂടി ചേർക്കുമ്പോൾ സ്ക്രബ് ചെയ്തു വരുന്ന ഒരു ഡ്രൈനെസ്സൊക്കെ മാറ്റി നമുക്കൊരു ഹൈഡ്രേറ്റഡ് ആക്കി വെക്കും നമ്മുടെ ഫേസ്. അങ്ങനെ ഇത് മൂന്നും കൂടെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഫേസിൽ മാത്രമല്ല കഴുത്തിലും അപ്ലൈ ചെയ്യണം. ഏതൊരു പാക്ക് ഇടുമ്പോഴും നമ്മൾ ഫേസിൽ മാത്രം അപ്ലൈ ചെയ്താതെ നമ്മുടെ കഴുത്തിലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ മുഖത്തുള്ള കളറ് കഴുത്തിന് കാണില്ല. അത് ഞാൻ ഹണി എടുത്തപ്പം കുറഞ്ഞു പോയി. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഹണി എടുത്ത് ഒഴിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ സൈഡിൽ ഇരിക്കുന്ന വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് അത് ഞാൻ കഴിക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ നിങ്ങളങ്ങ് കാണാതെ വിട്ടേക്കണം, പാവം കിട്ടും. നമ്മൾ സ്ക്രബ് ചെയ്യാൻ വേണ്ടി ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ നല്ലപോലെ പേസ്റ്റ് രൂപത്തിലൊന്നും ആക്കണ്ട. ഒരു സ്ക്രബിങ് എഫക്റ്റ് കിട്ടാൻ വേണ്ടി ഷുഗറൊക്കെ അങ്ങനെ കുറച്ച് തരിയായിട്ട് കിടക്കുന്നത് നന്നായിരിക്കും. അപ്പം നമ്മൾ ഫേസിലും നെക്കിലൊക്കെ ആയിട്ട് നന്നായി അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ച് പാടായിരിക്കും, കാരണം ഷുഗറൊക്കെ നമ്മുടെ ഫേസിൽ അങ്ങോട്ട് പിടിക്കാൻ കുറച്ച് ഒരു തിക്കായിട്ട് ഇതായിപ്പോവും. അപ്പം അത് ഫസ്റ്റ് നമുക്ക് തേക്കുമ്പോൾ ഉള്ള പ്രയാസമുള്ളൂ. അല്ലെങ്കിൽ കുറച്ച് നമ്മൾ മുഖം ഒന്ന് കഴുകിയെന്ന് വെച്ചാൽ കഴുകി കുറച്ച് വെള്ളം മുഖത്ത് വെച്ചിട്ട് വേണം അപ്ലൈ ചെയ്യണം. അപ്പം പിന്നെ പെട്ടെന്ന് സെറ്റാവും. അപ്പം ഞാനിങ്ങനെ നല്ലപോലെ സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് മുഖത്ത് ഇങ്ങനെ തേച്ച് വെക്കുന്നതിൻ്റെ കൂടെ തന്നെ ഞാൻ നന്നായി മസാജും കൂടെ ചെയ്യണമെന്ന് വെച്ചാൽ വലിച്ചു വാരി മസാജും ചെയ്യരുത്. നോർമലായിട്ട് ഞാൻ സ്പീഡിൽ ഇട്ടേക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്. കുറച്ച് അങ്ങനെ മസാജ് ചെയ്യണം. ഏതൊരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുമ്പോഴും ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഫേസിൽ മാത്രം അപ്ലൈ ചെയ്യാൻ നിൽക്കരുത്, കഴുത്ത് നിങ്ങളുടെ കൂടെയാണ് ഉള്ളതാണ്. അപ്പോൾ ഫേസും അപ്ലൈ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ പാക്കാണെങ്കിലും സ്ക്രബാണെങ്കിലും കഴുത്തിനും കൂടെ ഇട്ട് കൊടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് രണ്ടും ഒരു ഇതായി ബാലൻസായി നിൽക്കുള്ളൂ. അല്ലെങ്കിൽ മുഖത്ത് വേറൊരു കളറും കഴുത്തിന് വേറൊരു കളറും ഉണ്ടാവും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒരു കുറച്ച് കഴിഞ്ഞപ്പോൾ സ്ക്രബ് ചെയ്യുന്നതിനോടെ തന്നെ കുറച്ച് വെള്ളം നനച്ച് മുഖത്തും കഴുത്തിനും കൊടുത്തിട്ട് ഒന്ന് നല്ലപോലെ മസാജ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ഞാൻ പറയും നല്ലപോലെ മസാജ് ചെയ്യാൻ പറയുന്നത് നല്ലപോലെ ഇട്ട് ഉരച്ചൊരച്ച് മസാജ് ചെയ്യരുത്, കുറച്ച് സോഫ്റ്റായിട്ട് വേണം മസാജ് ചെയ്യാൻ. ഞാൻ സ്പീഡിലിട്ടേക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തേക്കുന്നത്. അതിനുശേഷം ഞാൻ ഫേസൊക്കെ വാഷ് ചെയ്ത് വന്നപ്പോൾ തന്നെ നമുക്കൊരു ഗ്ലോയും ഒരു നല്ലൊരു സോഫ്റ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. അത് നമ്മുടെ മുഖം സ്ക്രബ് ചെയ്തിട്ട് വരുമ്പോൾ നമുക്ക് നല്ലൊരു ഫീൽ ഉണ്ടാവും. കുറച്ചൊരു ബ്രൈറ്റൻ ആയതുകൂട്ടും തോന്നും കേട്ടോ സ്ക്രബ് ചെയ്ത് കഴിയുമ്പം തന്നെ. അപ്പോൾ നമുക്ക് അടുത്ത ഫേസ് പാക്കിലോട്ട് കിടക്കാം. അതിനുവേണ്ടി നമുക്ക് വേണ്ടത് കുറച്ച് കോഫി പൗഡറാണ്. അത് നമ്മുടെ ഫേസിൽ നെക്കിനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതായിരിക്കും, നിങ്ങളുടെ ആവശ്യാനുസരണം എടുക്കണം. അതിനുശേഷം അതിൻ്റെ കയ്യിൽ നിന്ന് താഴെ പോയി കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ഒരു എക്സ്പ്രഷൻ. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ പരിപാടി അവതരിപ്പിച്ചാൽ എന്തെങ്കിലുമൊക്കെ മണ്ടത്തരം അതിൻ്റെ ഇടയ്ക്ക് വരും, സ്വാഭാവികമായിട്ടും വരുന്നതാണ്. അപ്പം അതിനുശേഷം നമുക്ക് കോഫി പൗഡർ കുറച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് കുറച്ച് ഓയിൽ എടുക്കുക. നിങ്ങളുടെ കയ്യിൽ ഏതാണ് ഓയിൽ എന്ന് വെച്ചാൽ കോക്കനട്ട് ഓയിൽ തന്നെ എടുക്കണം. നമുക്ക്
അല്ലെങ്കിൽ പാരച്യൂട്ടിൻ്റെ അല്ലെങ്കിൽ നമ്മളുടെ മില്ലിലൊക്കെ പോയി പ്യുവറായിട്ടുള്ള ഓയിൽ കിട്ടുമല്ലേ, അതാണെങ്കിലും മതി. ഞാൻ അങ്ങനെയുള്ള ഓയിലാണ് എടുത്തേക്കുന്നത്. അപ്പം അതിട്ട് ഞാൻ മുഖത്ത് വെച്ചപ്പം അത് പറ്റി പിടിക്കുന്നില്ല. അപ്പം ഞാൻ കുറച്ചും കൂടെ ഓയിലെടുത്ത് ആഡ് ചെയ്തിട്ട് കൂടെ മിക്സ് ചെയ്തിട്ട് ഇട്ടേക്കുവാണ്. ഇത് അപ്ലൈ ചെയ്യുന്നത് നിങ്ങൾ നൈറ്റ് അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. എനിക്ക് നൈറ്റ് കഴിയാത്തതുകൊണ്ട് ഞാൻ രാവിലെ ചെയ്ത് കാണിക്കുകയാണ്. മിക്കവാറും ഞാൻ ചെയ്യുമ്പോൾ നൈറ്റ് ചെയ്യുന്നത്. പക്ഷേ ഓയിലിട്ടിട്ട് നമ്മൾ വെയിലത്തിട്ടുന്നത് അതുകൊണ്ട് നമുക്കൊന്നും കൂടെ മുഖം കറുക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ നൈറ്റ് അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്തതിന് ശേഷം വെയിലത്തൊന്നും ഇറങ്ങാത്ത ആൾക്കാരാണെങ്കിൽ കുഴപ്പമില്ലായിരിക്കും. ഒരു സൺസ്ക്രീനൊക്കെ ഇട്ട് വീട്ടിലാണെങ്കിൽ ഇരുന്നാലും പ്രശ്നമൊന്നുമില്ല. അപ്പം ഞാൻ മുഖത്തും കഴുത്തിനൊക്കെ നന്നായി അപ്ലൈ ചെയ്തിട്ടുണ്ട്. പിന്നെ അപ്ലൈ ചെയ്തതിൻ്റെ ഒരു എഫക്റ്റ് മാറാൻ വേണ്ടി, ബോറടിയൊക്കെ മാറാൻ വേണ്ടി ഞാൻ ഇങ്ങനെയൊക്കെ ഡാൻസൊക്കെ കളിക്കും. അതിനുശേഷം ഞാൻ എൻ്റെ മുഖം നോക്കി കണ്ണാടി നോക്കി നല്ല ഭംഗിയുണ്ട്. അതൊക്കെ തേച്ച് വെച്ചേക്കാം. നമുക്കിത് വാഷ് ചെയ്തിട്ട് വരാം. ഞാൻ കരുതി വാഷ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങളെ ജസ്റ്റ് ഒന്നൊരു ടവൽ കൊണ്ട് ഒന്ന് തുടച്ച് കാണിക്കാമെന്ന്. അപ്പം തന്നെ നമുക്കൊരു ഗ്ലോ ഫീൽ ചെയ്യും കേട്ടോ. അപ്പം അങ്ങനെ തുടച്ച് കാണിച്ചപ്പോൾ തന്നെ കണ്ട നല്ല റിസൾട്ട് നമുക്ക് കിട്ടും കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പക്ഷേ നൈറ്റേ അപ്ലൈ ചെയ്യാവുള്ളൂ. രാവിലെ അപ്ലൈ ചെയ്തിട്ട് വെയിലത്തൊന്നും ഇറങ്ങരുത്. വെയിലത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇതിൻ്റെ നേരെ വിപരീത ഫലമായിരിക്കും കിട്ടുന്നത്. അതുകൊണ്ട് ഇപ്പം അങ്ങനെ ചെയ്യുക. അപ്പം ഞാൻ ഫേസൊക്കെ വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലായി ഒരു ഗ്ലോ ഫീൽ ചെയ്യുന്നുണ്ടല്ലോ. എനിക്ക് നല്ല സോഫ്റ്റ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. നല്ലൊരു പായ്ക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കണ്ടില്ലേ, എൻ്റെ മുഖം നല്ല ഗ്ലോ ആയിട്ടുണ്ട്. ആവുന്നത് തന്നെയല്ല, നമ്മുടെ മുഖത്ത് തൊട്ട് നോക്കുമ്പോൾ നല്ലൊരു സോഫ്റ്റ്നെസ് ഫീൽ ചെയ്യും. നല്ലതെന്ന് വെച്ചാൽ നല്ല സോഫ്റ്റ്നെസ് അങ്ങനെ. അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ തൊട്ട് നോക്കുന്നുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ജസ്റ്റ് സപ്പോർട്ട് മീ ഗൈഡ്സ്. വെറുതെ വീഡിയോ കണ്ടിട്ട് പോകാതെ നിങ്ങൾ ലൈക്കും കമൻറ്റും ഒക്കെ ഇടുവാണെങ്കിൽ എനിക്ക് അടുത്ത വീഡിയോ ഇടാനുള്ള ഒരു മോട്ടിവേഷനാകും. അപ്പോൾ എല്ലാവരും ആ ലൈക്ക് ബട്ടൺ ഒന്ന് അടിച്ചിട്ട് പൊക്കോളൂ. അടുത്ത ഒരു സൂപ്പർ സ്കിൻ കെയർ വീഡിയോയുമായി ഞാൻ വരാം. Until then, keep glowing and stay happy. Bye bye.